അറക്കലിന്റെ മനക്കലിലേക്ക് സ്വാഗതം. ഇടമുത്തുകളെ സ്വത്തുകളെ കരളുകളെ കുളിരുകളെ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഫാസിൽ അറക്കൽ ഡെഡ് ബോഡി ആയെന്ന് വിചാരിക്കും. അങ്ങനെയെങ്കിൽ ഞാൻ ഇങ്ങനെയല്ലായിരിക്കും. സ്വാഭാവികമായിട്ടും കുറച്ച് ദിവസം കഴിഞ്ഞാൽ അസ്ഥി കൂടാരമാകും. ഓക്കെ, അങ്ങനെ അസ്ഥി കൂടാരമായി കഴിഞ്ഞാൽ എൻ്റെ ചോദ്യം ഇതാണ്, ഈ അസ്ഥി കൂടാരത്തിൽ എത്ര അസ്ഥികളുണ്ട്? എടാ, ഒരാളുടെ മനുഷ്യന്റെ ബോഡിയിൽ എത്ര അസ്ഥികളുണ്ട്? നമുക്ക് എല്ലാവർക്കും അറിയാം, പറഞ്ഞോളൂ. 206. എത്ര അസ്ഥികളുണ്ട്? 206. 206 അസ്ഥികളെ നമുക്ക് രണ്ടായി തരംതിരിക്കാം. ആക്സിയൽ സ്കെൽട്ടൺ എന്നും അപ്പെൻഡിക്കുലാർ സ്കെൽട്ടൺ എന്നും. അക്ഷാസ്ഥികൂടവും അനുബന്ധാസ്ഥികൂടവും. അതിൽ അക്ഷാസ്ഥികൂടത്തിൽ 80 എല്ലും അനുബന്ധാസ്ഥികൂടത്തിൽ 126 എല്ലുമാണ്. ആക്സിയൽ സ്കെൽട്ടണിൽ 80ഉം അപ്പെൻഡിക്കുലാർ സ്കെൽട്ടണിൽ 126. അതൊക്കെ എല്ലാവർക്കും അറിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി അറിയില്ലെങ്കിൽ അത് അറിയണം. ഓക്കെ, എന്നാ പോട്ടെ. പക്ഷെ നമ്മളെ ചോദ്യം അതൊന്നുമല്ല. നമ്മളെ ചോദ്യം, നമ്മളെ ഈ ഓരോ ഭാഗത്ത്, ശരീരത്തിൻ്റെ ഓരോ ഭാഗത്ത്, ഇപ്പോൾ തല, വാരിയല്, നട്ടെല്ല്, കാല്, കൈ, ഇവിടെ ഓരോ ഭാഗത്തും എത്ര എല്ലുണ്ട് എന്നുള്ളതാണ് നമ്മളെ ചോദ്യം. ടോട്ടൽ 206 എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ ഓരോ ഭാഗത്തും എത്ര എല്ലുണ്ട് സാർ? അത് ഞങ്ങൾക്ക് എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും മാറില്ല മുത്തുമണികളെ. നമ്മൾക്കൊരു പാട്ട് പാടി പഠിക്കാം, അല്ലെങ്കിൽ ഒരു കഥ പറഞ്ഞ് പഠിക്കാം. എന്താ കേട്ടോളൂ, എൻ്റെ ഒരു കിടിലൻ കഥയുണ്ട്. ഈ കഥൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇതിലൊരു കഥാപാത്രമുണ്ട്. അയാൾക്ക് 29 തലയുണ്ട്. 29 തല. 10 തലയുള്ള ആളുകളെ കേട്ടിട്ടുണ്ടല്ലോ. ഇത് 10 അല്ല, 29 തല. 29 തലയുള്ളൊരു മനുഷ്യൻ. അതിൻ്റെ കൂടെ പറഞ്ഞോളൂ, 29 തലയുള്ളൊരു മനുഷ്യൻ. അയാൾക്ക് വാരിയല്ല് 24. വാരിയല്ല് 24. അയാൾക്ക് നട്ടെല്ല് 26. അയാൾ സിംഗിളാണ്. ഒന്നുകൂടെ. 29 തലയുള്ളൊരു മനുഷ്യൻ. അയാൾക്ക് വാരിയല്ല് 24. നട്ടെല്ല് 26. അയാൾ സിംഗിളാണ്. കൊള്ളാലോ കളി. 29 തലയുള്ളൊരു മനുഷ്യൻ. അയാൾക്ക് വാരിയല്ല് 24. നട്ടെല്ല് 26. അയാൾ സിംഗിളാണ്. അങ്ങനെയെങ്കിൽ ദാ പിടിച്ചോ, തലയോട്ടിയിൽ എത്ര എല്ലുണ്ടെന്ന് ചോദിച്ചാൽ അയാൾക്ക് എത്ര തല ഉണ്ടായിരുന്നു? 29 തല. അപ്പോൾ സ്വാഭാവികമായിട്ടും തലയോട്ടിയിലെ എല്ലിൻ്റെ എണ്ണം 29. തലയോട്ടിയിലെ എല്ലിൻ്റെ എണ്ണത്തിലാണ് 29. കള്ളല്ല, സ്കള്ള്. ഓക്കെ, ഇതാ പിടിച്ചോളി. സ്കള്ള്. ഒരു മിനിറ്റ്. ഓക്കെ, എന്താ സ്കള്ള് അല്ലെങ്കിൽ തലയോട്ടിൽ എത്ര എല്ലാന്ന് ചോദിച്ചാൽ 29 എല്ല്. എത്ര എല്ലാണ്? 29 എല്ല്. ഇതാ 29 എല്ല്. എത്ര എല്ല്? 29 എല്ല്. സ്കള്ള് അല്ലെങ്കിൽ തലയോട്ടിയിൽ 29 എല്ല്. ഇനി അതേസമയം അയാളുടെ നട്ടെല്ല് എത്രയാണ്? വാരിയല്ല് എത്രയാണെന്ന് അറിയോ? വാരിയല്ല് അതാ ഈ കഥ പറഞ്ഞോളൂ. 29 തലയുള്ള ഒരു മനുഷ്യൻ. അയാൾക്ക് വാരിയല്ല് 24. അപ്പോൾ ഇതാ റിബ്സ് വാരിയല്ലിൽ എത്ര എല്ലുണ്ടാവും? 24 എല്ലുണ്ടാവും. വാരിയല്ലിൽ എത്ര എല്ലുണ്ടാവും? 24 എല്ല്. ഇതാ വാരിയല്ല് 24. 29 തലയുള്ള ഒരു മനുഷ്യൻ. അപ്പോൾ തലയോട്ട് 29 എല്ല്. അയാൾക്ക് വാരിയല്ല് 24. അപ്പോൾ വാരിയല്ല് എത്ര എല്ലാണ്? 24 എല്ല്. റിബ്സിൽ 24 എല്ല്. അയാൾക്ക് നട്ടെല്ല് 26. അപ്പോൾ നട്ടെല്ല് അല്ലെങ്കിൽ വെർട്ടിബ്രൽ കോളം, അവിടെ എത്ര എല്ലുണ്ടാവും? 26 എല്ലുണ്ടാവും. ഇതാ വെർട്ടിബ്രൽ കോളത്തിൽ 26 എല്ലുണ്ടാവും. പിന്നെ അയാൾ എന്താ? സിംഗിളാണ്. സിംഗിളാണ്. അപ്പോൾ സിംഗിൾ, സ്റ്റേണം ഈസ് ഈക്വൽ ടു സിംഗിൾ. അപ്പോൾ ഒറ്റ എല്ല്. അതാ സ്റ്റേണത്തിന് എസ് ആണ്, സിംഗിളിനും എസ് ആണ്. അതുകൊണ്ട് അയാൾക്ക് എത്ര എല്ലുണ്ടാവുള്ളൂ? ഇവിടെ ഒറ്റ എല്ലുണ്ടാവുള്ളൂ. അപ്പോൾ സുഹൃത്തുക്കളെ കേട്ടോളൂ, ഇതാ ഇങ്ങനെ ആലോചിക്കുക. അയാൾക്ക് തല എത്ര എണ്ണാണ്? അതായത് 29 തലയുള്ളൊരു മനുഷ്യൻ. അപ്പോൾ തലയോട്ടിയിൽ 29 എല്ല്. അയാൾക്ക് വാരിയല്ല് 24. അപ്പോൾ വാരിയല്ല് എത്ര എണ്ണ? 24 എണ്ണം. അയാൾക്ക് നട്ടെല്ല് 26. അപ്പോൾ നട്ടെല്ല് എത്ര എണ്ണ? 26 എണ്ണം. പിന്നെ അയാൾ സിംഗിളാണ്. സോ സ്റ്റേണം അല്ലെങ്കിൽ മാറല് എത്ര എണ്ണ? 1. ഓക്കെ, ഇനി അടുത്തത് അപ്പെൻഡിക്കുലാർ സ്കെൽട്ടൺ. ഇത് മൊത്തം ഒന്ന് കൂട്ടി വെക്കും വെറുതെ ചുമ്മാ ഒരു രസത്തിന്. 24, 26, 50, 50, 29, 79, 1 80. ടോട്ടൽ ആക്സിയൽ സ്കെൽട്ടൺ എണ്ണം എത്ര എണ്ണം? 80 എണ്ണം. ഇനി അപ്പെൻഡിക്കുലാർ സ്കെൽട്ടൺ എത്ര എണ്ണം? 126. ഇനി ബാക്കി 126 ഇവിടെ കൂട്ടാം. അത് സിമ്പിളാണ്, ഇത്രേ ഉള്ളൂ. ഈ കൈയിൻ്റെ ഇവിടെ നിന്നിട്ട് 30, ഇവിടെ നിന്നിട്ട് 30, ടോട്ടൽ 60. അപ്പോൾ 4 ലിംബിൽ എത്ര എല്ലുകളുണ്ട്? 60 എല്ലുകളുണ്ട്. കയ്യിൽ എത്ര എല്ലുണ്ട്? 60 എല്ല്. കയ്യിൽ എത്ര എല്ലുണ്ട്? 60 എല്ല്. ഇനി അതേപോലെ തന്നെ ഇതാ ഈ കാലിൻ്റെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് 60 എല്ലും, ഈ കാലിൻ്റെ ഇവിടെ നിന്ന് താഴോട്ടേക്ക് ഈ കാലിൻ്റെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് 30 എല്ലും, ഈ കാലിൻ്റെ ഇവിടെ നിന്ന് താഴോട്ടേക്ക് 30 എല്ലും. ടോട്ടൽ 30 + 30 60. അപ്പോൾ കയ്യിലും 30, കാലിലും 30 അല്ലേ? ഏതല്ലേ? കയ്യിലും 60, കാലിലും 60. ഏതല്ലേ? രണ്ടും ഏകദേശം ഒരേപോലെ. ഓക്കെ, ഏകദേശം എല്ലാം പക്ക മൊത്തത്തിൽ എന്താണ്? ഒരേപോലെയാണ്. അപ്പോൾ കൈൻ്റെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് 30, ഇവിടെ നിന്ന് ഇങ്ങോട്ട് 30, ടോട്ടൽ 60. കാലിൻ്റെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് 30, ഇവിടെ നിന്ന് ഇങ്ങോട്ട് 30, ടോട്ടൽ 60. അപ്പോൾ 60 + 60 = 120. ഇവിടെ മൊത്തത്തിൽ എത്ര എണ്ണ? 126 എണ്ണ. അപ്പോൾ ബാക്കി 6 എണ്ണം ഏതാ സാർ? ബാക്കി 6 എണ്ണം കേട്ടോളൂ. ഇതാ ഈ കൈ ഇവിടെ പ്ലേസ് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഷോൾഡർ ജോയിൻ്റ് ഉണ്ടല്ലോ, ഈ തോൾ വലയം. ഈ തോള് ഈ തോളിൻ്റെ ഈ ഭാഗത്ത് 2 എല്ല്, ഈ ഭാഗത്തും 2 എല്ല്. 2 + 2 4 എല്ല്. ഓക്കെ, 4 എല്ല്. ഓക്കെ, ഇതാ പിടിച്ചോളി. അപ്പോൾ ഇതിനൊരു പേര് പറയും.
പെക്ടോറൽ ഗേഡിൽ എന്നാണ് ഇംഗ്ലീഷിൽ പറയുക. ഈ ഒരു ഭാഗത്തിന് എന്താ പറയുക? പെക്ടോറൽ ഗേഡിൽ. എന്താ പറയുക? പെക്ടോറൽ ഗേഡിൽ. മലയാളത്തിൽ ഇതിന് തോൾ വലയം എന്ന് പറയും. മലയാളം സിമ്പിളാണ്, ജസ്റ്റ് ഒന്ന് ഓർത്താൽ മതി. ഈ ഭാഗം തോളാണല്ലോ, അപ്പോൾ തോൾ വലയം പെക്ടോറൽ ഗേഡിൽ. ഓക്കെ, അപ്പോൾ ഇതാ പെക്ടോറൽ ഗേഡിൽ മൊത്തം 4 എല്ല്. ഇതാ ഇവിടെ 2 ഇവിടെ 2 മൊത്തം 4 എല്ല്. മൊത്തം 4 എല്ല്. കറക്റ്റാണ്. ഇനി അതേസമയം കാല് പ്ലേസ് ചെയ്ത് വെച്ച ഒരു ഭാഗമുണ്ട്, നമ്മളെ അരയുടെ ഭാഗം, അരഞ്ഞാണൊക്കെ കിട്ടുന്ന ഭാഗം, അല്ലെങ്കിൽ ബെൽറ്റൊക്കെ കിട്ടുന്ന ഭാഗം ഉണ്ടല്ലോ, അതാണ് കാല് പ്ലേസ് ചെയ്ത ഭാഗം. ഇതാ തൊടൻ്റെ ഭാഗം. ഇവിടെ നിന്നിട്ട് ഒരു എല്ലുണ്ട്. ഈ ഭാഗത്ത് ഇതാ റൈറ്റ് കാല് പ്ലേസ് ചെയ്ത് ആ ഒരു ഭാഗത്ത് ഒരു എല്ലുണ്ട്. അതേപോലെ തന്നെ ലെഫ്റ്റ് കാല് പ്ലേസ് ചെയ്ത് ആ ഭാഗത്തുണ്ടാവും ഒരു എല്ല്. അങ്ങനെ ടോട്ടൽ 1+1 2 എല്ല്. ആ ഒരു ഭാഗത്തിന് നമ്മൾ വേറൊരു പേര് വിളിക്കും, അത് പെൽവിക് ഗേഡിൽ. എന്ത് ഗേഡിൽ? പെൽവിക് ഗേഡിൽ. അവിടെ 1+1 2 എല്ലാണ്. മലയാളത്തിൽ എന്താ പറയുക? മലയാളത്തിൽ നല്ലൊരു പേരാണ്, കിടിലൻ പേരാണ്, ശ്രോണി വലയം. ശ്രോണി വലയത്തിൽ മൊത്തം 2 എല്ല്. അപ്പോൾ മലയാളം മീഡിയം തോൾ വലയം എന്ന് പറഞ്ഞാൽ കൈ, ശ്രോണി വലയം എന്ന് പറഞ്ഞാൽ കാല്. മാറാൻ ചാൻസ് ഒന്നുമില്ല. തോള് കൈയാണ്, സ്വാഭാവികമായിട്ടും ശ്രോണി എന്തായിരിക്കും? കാലായിരിക്കും. പക്ഷേ ഇംഗ്ലീഷ് മീഡിയം ഇത് മാറാൻ ചാൻസ് ഉണ്ട്. പെക്ടോറൽ ഗേഡിൽ എന്ന് പറഞ്ഞാൽ കൈയും, പെൽവിക് ഗേഡിൽ എന്ന് പറഞ്ഞാൽ കാലുമാണ്. അതെപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും മാറാതിരിക്കാൻ ഒരു ഐഡിയ പറഞ്ഞുതരാം. ഇതാ പിടിച്ചോളി. ഐഡിയ അതായത് ഐഡിയ എന്താണെന്നറിയോ? ഇതാ പെൽവിക്കിലൊരു എല്ലില്ലേ? നീ ലെഗിലും ഒരു എല്ലില്ലേ? അങ്ങനെ കണക്ട് ചെയ്യാം. ഇതാ പെൽവിക്കിൽ എല്ലുണ്ട്, ലെഗിലും എല്ലുണ്ട്. സോ പെൽവിക് ഗേഡിൽ ലെഗ് കാലിലായിരിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും പെക്ടോറൽ ഗേഡിൽ എവിടെയായിരിക്കും? കയ്യിലായിരിക്കും. അപ്പോൾ പെക്ടോറൽ ഗേഡിൽ എത്ര എല്ലുണ്ട്? 2 4 എല്ല്. പെൽവിക് ഗേഡിൽ എത്ര എല്ലുണ്ട്? 1 ടോട്ടൽ 2. ഓക്കെ അല്ലേ? അപ്പോൾ കൈയിൻ്റെ മൊത്തത്തിലുള്ള എല്ല് അവിടെ നിന്ന് ഇങ്ങോട്ട് 30, ഇവിടെ നിന്ന് ഇങ്ങോട്ട് 30, പിന്നെ ഇവിടെ 2 ഇവിടെ 2, മൊത്തം 64. ഓക്കെ, കാലാണെങ്കിൽ മൊത്തം 62 ആയിരിക്കും. കാരണം ഇവിടെ ഒരു കാലിൽ 30, മറ്റേ കാലിൽ 30. പിന്നെ ആ ഒരു ജോയിൻറ്റ് പെക്ടോറൽ ഗേഡിൽ പെൽവിക് ഗേഡിൻ്റെ ആ ജോയിൻറ്റിൽ എത്ര ഉണ്ടാവും? ഒരു കാലും 1, മറ്റേ കാലും 1, അങ്ങനെ ടോട്ടൽ 2 ഉണ്ടാവും. ഓക്കെ അല്ലേ? കറക്റ്റ് കണക്ക് കിട്ടിയോ? അപ്പോൾ 29 തലയുള്ള മനുഷ്യൻ. അപ്പോൾ സ്കള്ള് തലയോട്ട് 29 അല്ലേ? അയാൾക്ക് വാരിയല്ല് 24. അപ്പോൾ വാരിയല്ലിൽ 24 എണ്ണം. അയാൾക്ക് നട്ടെല്ല് 26. അപ്പോൾ നട്ടെല്ല് എത്ര എല്ലുണ്ട്? 26 അല്ലേ? അയാൾ സിംഗിളാണ്. സോ സ്റ്റേണം ഒറ്റയല്ല്. ഓക്കെ അല്ലേ? അങ്ങനെയെങ്കിൽ ഇതിൻ്റെ മുത്തുമണികൾ ഇതാ ഈ ചോദ്യത്തിൻ്റെ ആൻസർ ഒന്ന് കമൻറ്റ് ചെയ്താൽ. ഈ ചോദ്യത്തിൻ്റെ ആൻസർ അതായത് ഇവിടെ ഇതാ ഇതൊരു ബോണിൻ്റെ പിക്ചർ ആട്ടോ. ഈ ബോണ്ട് ഇതാ ഈ ഒരു ഭാഗത്തിന് രക്തക്കുഴൽ എന്നുള്ളത് ഓൾറെഡി മാർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷെ ചോദ്യം അതൊന്നുമല്ല. ബോണിൻ്റെ ഈ ചുറ്ററുള്ള കവറിങ്, ബോണിൻ്റെ ഈ ചുറ്ററുള്ള കവറിങ്, ആ കവറിങ്ങിനൊരു പേരുണ്ട്. എന്തോ പെരിന്നോ, പെരിയോ, മന്തിയോ, അൽഫാം, അങ്ങനെ എന്തോ ഒരു പേരാണ്. ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. ഓക്കെ, സോ സി യു സൂൺ. വിധി ഉണ്ടെങ്കിൽ വീണ്ടും കാണാം. നിങ്ങളുടെ സ്വന്തം ബഹുമാനപ്പെട്ട ഫസിൽ സർ. ലവ് യു. ഗുഡ് ബൈ.